message for the tyrants of Tehran. If you strike us, we will strike you. There is no place in Iran that the long arm of Israel cannot reach. And that's true of the entire Middle East. UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇറാനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് പ്രസംഗമാണ് നടത്തിയത്. ഒരു തരം താക്കീത് നൽകുന്ന രീതിയിലും മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലുമൊക്കെയാണ് പ്രസംഗത്തിൽ ഉടനീളം ഇറാന്റെ പേര് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഇറാനാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പിന്നാമ്പുറം കളിക്കുന്നത്. എല്ലാ പ്രവർത്തനത്തിനും പിന്നിൽ ഇറാന്റെ കൈകളുണ്ട്. തങ്ങൾക്കത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് തങ്ങൾ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലാണ് പ്രസംഗത്തിന്റെ രീതി കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ അവർ കൊണ്ടുവരുന്നതെങ്കിൽ ഓരോരോ റൂട്ട് രീതികളും കാര്യങ്ങളും വരച്ചു വെച്ച പ്ലേക്കാർഡ് ഏന്തിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു UN പ്രസംഗം നടത്താൻ വേണ്ടി തന്നെ എത്തിയിരിക്കുന്നത്. ഓരോരോ ഭാഗ്യം ആ പ്ലേക്കാർഡിൽ കൃത്യമായ രീതിയിൽ ഇറാന്റെ ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള വൈദൂരത്തിന് അവർ ഉപയോഗിക്കുന്ന റൂട്ട് മാപ്പ് കൃത്യമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് തന്നെ പറയുന്നു. അതിൽ സിറിയയുടെ ഭാഗത്തിലൂടെ, സൗദി അറേബ്യയുടെ ഭാഗത്തിലൂടെ, അങ്ങനെയൊക്കെ ചില ഭാഗങ്ങളൊക്കെ അതിലൂടെ കൃത്യമായ രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ആയുധ കടത്താണ് നടത്തുന്നതെങ്കിൽ അതിന്റെ റൂട്ടിനെ കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അതിന്റെ ഭീഷണി സ്വരത്തിന്റെ ഭാഗമായിട്ട് നെതന്യാഹു പറഞ്ഞ കാര്യം ഇതാണ്: ഇറാനിൽ ഇസ്രായേലിന് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു പ്രദേശം പോലും ഇല്ല എന്നുള്ളത്. ഇത് വളരെ രീതിയിൽ ഗൗരവപരമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പരാമർശം ഇങ്ങനെയാണ്: ഇറാനിൽ ഇസ്രായേലിന് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു പ്രദേശം പോലും ഇല്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ നടത്തിയിരിക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ചും ഇസ്രായേൽ തങ്ങളാണ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു പരാമർശമായിട്ടും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയത് ഇതുവരെ ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ തന്ത്രപരമായ രീതിയിലുള്ള ഒരു കൊലയാണ് അവിടെ നടന്നത്. സൈനിക മേഖലയിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന വീടിന്റെ അകത്ത് നിന്ന് ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയ താമസിച്ചിരിക്കുന്ന റൂമിനെ കുറിച്ച് പോലും കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ അറിഞ്ഞാണ് അവിടെ സ്ഫോടനം നടത്തിയത്. ഇസ്രായേൽ ഇതുവരെ അത് ഏറ്റെടുത്തിട്ടില്ല. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞനായിരിക്കുന്ന പെഷസ്കിയാന്റെ കൊല അത് ആസൂത്രണമായ രീതിയിൽ ഇറാനിൽ വെച്ച് നടത്തിയതാണ്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങളെ കുറിച്ചൊക്കെ പിന്നീട് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. കൃത്യമായ രീതിയിൽ കാർ ഓടിച്ചുകൊണ്ടിരുന്ന പെഷസ്കിയാനെ കൃത്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ലേസർ രശ്മികൾ വെച്ചുകൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരമാണ്. പിന്നീട് ആ കാർ സ്ഫോടനത്തിൽ തകർന്നു എന്നുള്ള വിവരം പുറത്തു വന്നതാണ്. പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല. ആ പ്രവൃത്തി ചെയ്ത് ഇസ്രായേലാണ് എന്ന് അന്ന് തന്നെ ഇറാൻ ആരോപിച്ചതാണ്. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭീകര സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് 200ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഇറാന്റെ സൈനിക മേധാവിയുടെ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിന്റെ ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രവൃത്തിനിടയിലായിരുന്നു വലിയ സ്ഫോടനം നടത്തി. ഏകദേശം 200 ആളോളം ആളുകൾ കൊല്ലപ്പെട്ടു. അത് ഒക്ടോബർ 7 ശേഷം യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിലാണ് ഈ സംഭവം നടന്നത്. അതിനെക്കുറിച്ച് വലിയ രീതിയിൽ അന്വേഷണം നടത്തി ISന്റെ ആൾക്കാരാണ് അത് ദുരന്തം ഉണ്ടാക്കിയതെന്ന് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ടെങ്കിലും ഇതിന് പിന്നാമ്പുറം പ്രവർത്തിച്ചത് ആരാണ് എന്നതിനെ കുറിച്ച് യാതൊരു വിവരവും പിന്നീട് പുറത്തു വന്നിട്ടേയില്ല. പക്ഷെ അതിനോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിന്റെ ഒറ്റുകാരായി ചാരന്മാരായിരിക്കുന്ന 6ലധികം പേരെ ഇറാനിൽ വെച്ച് പിടികൂടിയ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അവർ ഇതിന് എന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് അന്ന് അന്വേഷിക്കുന്നു എന്നായിരുന്നു വിവരം വന്നത്. അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഇതിൽ പറയുന്ന കാര്യം, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ എല്ലാ ഭൂപ്രദേശവും കൃത്യമായ രീതി തങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു UN പൊതുസഭയിൽ വെച്ച് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലയിൽ എന്തൊരു വിഷയം നടക്കുകയാണെങ്കിൽ അതിന് ഇസ്രായേലിന് പങ്കുണ്ട് എന്ന് പറയാതെ പറയുകയാണ്. നേരെ തിരിച്ച് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പരാമർശം ഇതിനു മുൻപ് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രതിനിധിയും തുല്യ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ സർവ്വ മേഖലയും എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളതും അവരുടെ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട ശക്തിയും കൃത്യമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞു വെച്ചത്.
അതിൻ്റെ ആയുധപരമായിരിക്കുന്ന എയർപോർട്ടാണെങ്കിലും സീപോർട്ടാണെങ്കിലും ആയുധ ശേഖരങ്ങൾ നടത്തുന്നതാണെങ്കിലും സൈനിക മേഖല ഏതാണെങ്കിലും രഹസ്യ മേഖല ഏതാണെങ്കിലും അതോടൊപ്പം തന്നെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിൻ്റെ മേഖല ഏതാണെന്നും കൃത്യമായി തരംതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി തങ്ങൾ ഡ്രോണുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ചില ഭാഗങ്ങളെല്ലാം ഈ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഹിസ്ബുള്ള പൊതുജനങ്ങൾക്കായിട്ട് അല്ലെ പബ്ലിക്കായിട്ട് ലോകത്തിനോട് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനെ കുറിച്ച് പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിനെ അറിയാമെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് പൂർണ്ണമായ രീതിയിൽ ഇറാനും അല്ലെങ്കിൽ ലെബനാനും അറിയാം എന്ന് ഏറെക്കുറെ ഇപ്പോൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെയാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി നടത്തി. ഇസ്രായേലിലെ പ്രധാനമന്ത്രി ഇത്തരം ഒരു കാര്യങ്ങൾ സാധാരണഗതിയിൽ പറയാത്തതാണ്. ഏറ്റവും ഒടുവിലായിരിക്കുന്ന രീതിയിൽ പറഞ്ഞ രൂപമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരു രാജ്യത്തിന്റെ രഹസ്യങ്ങൾ മറ്റു രാജ്യത്തിന് സാധാരണഗതിയിൽ അറിയാമെങ്കിൽ പോലും അത് പബ്ലിക്കിൽ പറയാറില്ല. അവിടെ ശക്തിയും അതുമായി ബന്ധപ്പെട്ട രീതി കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ള പൊതുവേദിയിൽ പറയുക എന്ന് പറഞ്ഞത് അത് രാജ്യത്തിന് ഉചിതമല്ലാത്തൊരു കാര്യമാണ്. ഒരു ഭരണാധികാരി ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യാറില്ല. ഇപ്പം നോക്കുന്ന സമയത്ത് അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അവർ ഫോളോ ചെയ്യുന്നത് മാത്രമല്ല അത് സമൂഹത്തോട് പറയുന്നു. ഇത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാജ്യത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് അവർക്ക് കൃത്യമായ രീതിയിൽ തിരിച്ചറിവ് കിട്ടുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ടാണ് ഇറാനിൽ ഇസ്രായേൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പ്രദേശവുമില്ല എന്ന് പറഞ്ഞാൽ സർവ്വ മേഖലയിലും അവർ കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തുകയോ അല്ലെങ്കിൽ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാനുള്ള സംവിധാനമുണ്ട് എന്നുള്ളതാണ്. അതോടനുബന്ധിച്ച് ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഒരു പക്ഷേ ഇനി ഒരു പുനരന്വേഷണം വേണമെന്ന് ഇതിന്റെ തൊട്ടടുത്ത കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞതാണ്. ആ പറയാൻ കാരണം ലെബനാനിൽ നടത്തിയ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉപയോഗിച്ച പേജറിന്റെ ഒരു പേജറെങ്കിലും ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു അഭിപ്രായം, ഒരു സംശയമോ ഒരു മീഡിയക്കാരൻ പറഞ്ഞതിനോടനുബന്ധിച്ചാണ് പേജർ സ്ഫോടനം നടത്തി ഹെലികോപ്റ്റർ തകർത്തതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പുനരന്വേഷണം നടത്തണമെന്ന് ഇറാന്റെ പാർലമെന്റ് അംഗം തന്നെ പറഞ്ഞതോടുകൂടി അതും വലിയ പ്രതിസന്ധിയില്ല. ഇതിന് പിന്നിലൊക്കെ ഈ ഇസ്രായേലിന് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്ന രീതി തന്നെയാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്ന പ്രസംഗം എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവമുള്ളതാണ്, വളരെ പ്രാധാന്യമുള്ള പ്രസംഗമാണ്. ഒരു രാഷ്ട്ര ഭരണാധികാരി മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തരമായിരിക്കുന്ന രഹസ്യത്തെക്കുറിച്ച് ലോകത്തൊരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ അത് പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അവര് വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തുക എന്നുള്ളത്. ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുന്നതും ആ പ്രവൃത്തിക്കെതിരെ ഒരു ഭീഷണിപ്പെടുത്തും തമ്മിൽ രണ്ടായിട്ട് തന്നെയാണ് കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് സമാനമായിരിക്കുന്ന രീതിയാണ് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി യഥാർത്ഥത്തിൽ മറ്റൊരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. തങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്യും വേണ്ടി വന്നാൽ എന്നുള്ള ഒരു രീതി അതിന്റെ ഉൾക്കനത്തിലൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ പ്രവൃത്തി വല്ലാത്ത രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. ഇതൊരു വിവാദ പ്രസംഗമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണഗതിയിൽ ഈ പ്രവർത്തികളൊന്നും പറയാറില്ല. അവർക്ക് വലിയ രീതിയിലുള്ള പരാജയങ്ങളും വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും അവർ പറയാതെ തന്നെ അവർക്ക് ഉണ്ടായിരിക്കുന്നു. വലിയ നാണക്കേടാണ് UN പൊതുസഭയിൽ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്കുണ്ടായത്. അങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ, രാജ്യത്തിന്റെ ആഭ്യന്തരമായിരിക്കുന്ന രഹസ്യങ്ങൾ പൊതുസഭയിൽ വെച്ച് പറഞ്ഞു എന്നുള്ളത് ഗുരുതരമായിരിക്കുന്ന ഒരു വീഴ്ചയായിട്ട് ലോകം തന്നെ കാണുകയാണ്. വലിയ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഇറാന്റെ മീഡിയക്കാരാണ് അതിന്റെ ചർച്ച തുടങ്ങിയത്. അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിന്റെ മീഡിയയും ഇതിന്റെ തുടർച്ചയായ രീതിയിലുള്ള ചർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തിനാണ് UN സഭയിൽ വെച്ച് അതങ്ങനെ പറഞ്ഞത്? എന്തിനാണ് ഒരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തി ഇറാനെ അങ്ങനെ ഇസ്രായേൽ ഭീഷണിപ്പെട്ടുകൊണ്ട് ഭയപ്പെടുന്ന ഒരു രാജ്യമായിട്ട് ഇറാനെ ഇസ്രായേൽ തന്നെ വിലയിരുത്തുന്നില്ല. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇത്രയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഒരു യുദ്ധം, ലോകത്തിലെ വമ്പൻ സൈനിക ശക്തികളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഈ യുദ്ധത്തിൽ ഇപ്പോഴും ഇസ്രായേലിനും അമേരിക്കയും ജയിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. സർവ്വ സഹായങ്ങളും ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവൃത്തി ചെയ്യുന്നത് ഇസ്രായേലാണെങ്കിൽ സഹായിക്കുന്നത് അമേരിക്കയാണെന്ന് ലോകത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ അമേരിക്ക എല്ലാ വിധത്തിലുള്ള സൈനികപരമായും ആയുധപരമായും സാമ്പത്തികപരമായും സർവ്വ മേഖലയിൽ യുദ്ധക്കപ്പലാണെങ്കിലും യുദ്ധവിമാനങ്ങളാണെങ്കിലും ടാങ്കറുകളാണെങ്കിലും കവചിത വാഹനങ്ങളാണെങ്കിലും ഓരോരോ ദിവസവും കപ്പൽ കണക്കിന് വാഹനങ്ങളാണ് ഈ ആയുധങ്ങളാണ് ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും മാരകവും കഠിനവുമായിരിക്കുന്ന യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഫലസ്തീന്റെ ഭൂമിയിൽ വെച്ച് നടത്തിയിട്ടും എവിടെയെങ്കിലും ഒരു വിജയമുണ്ട് എന്ന് പറയാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും സാധിക്കാത്തതിന്റെ നാണക്കേട് അവരിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് രാജ്യത്തെ ഭീഷണിപ്പെടുത്തുന്നത്. വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് കേൾക്കാനും അറിയാനൊക്കെ സാധിക്കും. പക്ഷെ ഒരു രാജ്യം ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതില്ലാത്ത കാര്യമാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയും
ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിൽ പോലും അമേരിക്ക ഇറാഖിനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, യുദ്ധത്തിൽ പരാജയപ്പെടുത്തും എന്ന് മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ സദ്ദാമും മക്കളും രാജ്യം വിട്ടു പോകണം, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണം എന്നാണ് പറഞ്ഞത്. ഇല്ലാതാക്കി തരും, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തി തരും, മറിച്ചിടും എന്നൊരു പ്രഖ്യാപനമൊന്നും അന്ന് അമേരിക്ക പോലും നടത്തിയിട്ടില്ല. 32 രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു സംഘമാണ് ഇറാഖുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്. അവർ പോലും പറയാത്തൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആര് പറയുന്നത്? ഇസ്രായേൽ പറയുന്നത്. അത് ഭയപ്പാടോടുകൂടിയും വേദനയോടുകൂടിയും ഈ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള ഒരു സമ്മതപത്രം യഥാർത്ഥത്തിൽ ലോകത്തിന് മുൻപിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും ഞങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങളുണ്ട്, ഞങ്ങൾ വേണ്ടി വന്നാൽ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിനോടുള്ള ഒരു പരാമർശത്തിൻ്റെ രീതി അങ്ങനെയാണ്. ഈ ഇറാനിൽ ഇസ്രായേലിന് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു പ്രദേശം പോലും ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേണ്ടി വന്നാൽ ആ പ്രദേശത്തേക്ക് തങ്ങൾ കയറുമെന്ന് തന്നെയാണല്ലോ. ഈ ഒരു വിഷയം വലിയ രീതിയിലുള്ള വിവാദത്തിൽ എത്താനുള്ള കാരണം ഇസ്രായേൽ യഥാർത്ഥത്തിൽ പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.